ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞായറാഴ്ച ദിവസം, കർത്താവിൻ്റെ ദിവസം, പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസം. പള്ളിയിൽ പോയി കുർബാന കൂടിയതിന് ശേഷം വീട്ടിൽ വന്ന നമ്മൾ പല കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരാകുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. എന്നാൽ ഈ ദിവസം അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ആചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും കർത്താവിൻ്റെ വചനം കൂടുതൽ വായിക്കാനും വചനം പഠിക്കാനും ഈ ദിവസം, ഞായറാഴ്ച ദിവസം, കുറച്ച് സമയം അതിനായിട്ട് മാറ്റിവെക്കുവാനും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം കർത്താവിൻ്റെ വചനം സത്യമാണ്. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് എബ്രായർ 4:12 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ജെറമ്യായുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 29-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. അഗ്നിയാകുന്ന വചനം, പാറയെ തകർക്കുന്ന കൂടം പോലെയാകുന്ന വചനം. ആ വചനത്തിൻ്റെ വില എന്താണെന്നറിയാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിൻ്റെ വചനത്തിൻ്റെ വില അറിഞ്ഞു കഴിഞ്ഞാൽ ആ വചനത്തെ കൂടുതൽ സ്നേഹിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ വചനം ശേഖരിക്കുവാനും നമുക്ക് വളരെയേറെ കൊതിയുണ്ടാവും. ദൈവത്തിൻ്റെ വചനം അതെവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടാവും. ആത്മാവിൻ്റെ വാളാണ് ദൈവവചനം. ആ ദൈവവചനം എടുത്ത് പ്രാർത്ഥിക്കുവാനും വചനം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞ് ആ വചനത്തിൽ ജീവിക്കാനും നാം വളരെ പരിശ്രമിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. എഫേസസ് 1:13 രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കാനും ദൈവവചനം കൂടുതൽ കൂടുതൽ വായിക്കാനും നമ്മുടെ ഹൃദയത്തിലേക്ക് വചനത്തെ ശേഖരിക്കുവാനും വചനം ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കുവാനും വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കാനും നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ദിവസം ഒരു വചനമെങ്കിലും കാണാതെ പഠിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു വചനം പഠിപ്പിക്കുവാനുമൊക്കെ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ദൈവവചനത്തിൻ്റെ സമൃദ്ധി, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കാനും ആത്മാവിൻ്റെ വാളാൽ, വചനമാകുന്ന വാളാൽ നിറയുവാനും ദുഷ്ടൻ്റെ കൂരമ്പുകളെ തകർക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.